ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 2 ആണ്. ഇതിനകത്ത് നമ്മൾ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻസിനെ കുറിച്ചും ഫിസിക്കൽ ഫെഡറേഷൻ എന്താണ്, GST ആൻഡ് GST റിലേഷൻഷിപ്പ് വിത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ ഈ യൂണിറ്റിൽ കാണും. ഇന്ത്യ ഒരു കോസി ഫെഡറൽ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്, നേഷനാണ്. അതായത് സെൻട്രലിലും സ്റ്റേറ്റും സെപ്പറേറ്റ് ഫിനാൻഷ്യൽ പവേഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ടാക്സേഷൻ പവേഴ്സും എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് സെൻട്രലിനും സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന് സ്ട്രോങ്ങർ റവന്യൂ പവേഴ്സ് ഉണ്ട് എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള മേജർ ടാക്സസ് സെൻട്രൽ കളക്ട് ചെയ്യുന്നു. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, വെൽഫെയർ, ലോക്കൽ ഡെവലപ്മെൻറ്റ് പോലുള്ള സെക്ടേഴ്സിൽ നിന്ന് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്സ് ആണ് ക്യാരി ചെയ്യുന്നത്. ഈ മിസ്മാച്ചിനെ നമ്മൾ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് മേജർ ചെലവുകളെല്ലാം വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പുറത്തും, പക്ഷേ മേജർ ടാക്സ് വരുമാനം വരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. ഈ മിസ്മാച്ചിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ സ്റ്റേറ്റിലേക്ക് ടാക്സ് ഡെവല്യൂഷൻ, ഗ്രാൻസ് ഇൻ എയ്ഡ്, സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് തുടങ്ങിയ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷന് ഈ ഷെയറിംഗ് ഫോർമുലയെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ആയിട്ട് വർക്ക് ചെയ്യുന്നതും നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. കേരള ഇന്ത്യയിലെ സോഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള മേജർ സ്റ്റേറ്റ് ആണ്. ലിറ്ററസി, ഹെൽത്ത് ഇൻഡിക്കേറ്റർ, ലൈഫ് ഡിപ്പെൻഡൻസി, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ ഏരിയാസിൽ കേരളത്തിൻ്റെ ഒരു ലീഡിങ് പൊസിഷൻ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോപ്പുലേഷൻ കൺട്രോളിലും കേരളം സക്സസ്ഫുള്ളാണ്. പക്ഷേ പാരഡോക്സിക്കലി ഈ സിറ്റുവേഷൻ തന്നെയാണ് നമുക്കൊരു ഫിസ്ക്കൽ ഡിസഡ്വാൻറ്റേജും ക്രിയേറ്റ് ചെയ്യുന്നത്. പുതുതായിട്ട് വന്ന ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ ഫോർമുലയിൽ പോപ്പുലേഷന് കൂടുതലായിട്ട് വെയിറ്റേജ് നൽകുന്നതുകൊണ്ട് ലാർജർ പോപ്പുലേഷനുള്ള സ്റ്റേറ്റ്സിന് കൂടുതൽ ഷെയർ പോകുന്നു. കേരളത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൺട്രോളും സോഷ്യൽ ഡെവലപ്മെൻറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സിനെ സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് കമ്മീഷൻ പീനലൈസ് ചെയ്യുകയാണ് ഫോർ ദെയർ ഗുഡ് പെർഫോമൻസ് എന്നാണ് കേരളത്തിൻ്റെ വാദം. 2015 മുതൽ 2025 വരെ കേരളത്തിൻ്റെ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് GST കോമ്പൻസേഷൻ എക്സ്പയറി ആയതും ബോറോയിങ് റെസ്ട്രിക്ഷൻസും ഫ്ലഡും കോവിഡും പാൻഡമിക്കും വെൽഫെയർ എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻക്രീസും നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ പ്രഷറിന് വളരെയധികം കാരണമായിട്ടുണ്ട്. സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് കേരളത്തിലെ ഫിനാൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ടാക്സ് ഡെവല്യൂഷൻ, ഗ്രാൻസ് ഇൻ എയ്ഡ്, GST കോമ്പൻസേഷൻ എന്നിവ കൃത്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. 2015-16 കാലഘട്ടത്തിൽ 23,000 കോടിയായിരുന്നു ലഭിച്ചതെങ്കിൽ 2024-25 കാലം ആയപ്പോഴത്തേന് അതൊരു 60,000 കോടിയിലേക്ക് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. പാൻഡമിക് പീരീഡിൽ നമുക്ക് ഗ്രാൻസ് ഷാർപ്ലി ഇൻക്രീസ് ചെയ്തുവെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ആ സമയത്ത് ഹെൽത്ത് എമർജൻസിയും വെൽഫെയർ സ്പെൻഡിങ്ങും വളരെയധികം കൂടുതലായിരുന്നു. പക്ഷേ GST കോമ്പൻസേഷൻ 2015 ശേഷം കേരളത്തിൻ്റെ ഒരു മേജർ സോഴ്സ് ആയിരുന്നു. പക്ഷേ അത് നിർത്തിയതോടുകൂടി അതും കേരളത്തെ നെഗറ്റീവായിട്ട് ബാധിച്ചു. സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് ഒരിക്കലും സ്റ്റേബിളായിട്ട് അല്ല വരുന്നത്. നാഷണൽ എക്കണോമിക് കണ്ടീഷൻ, ഫിനാൻസ് കമ്മീഷൻ്റെ ഫോർമുല, സെൻട്രൽ ഗവൺമെൻറ് പോളിസീസ് എന്നിവയെ ആശ്രയിച്ച് വളരെയധികം ഫ്ലക്ച്വേഷൻസ് ഈ ഫാക്ടറിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ടാക്സ് ഡെവല്യൂഷൻ? അതായത് സെൻട്രൽ ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സിനെ, കളക്ട് ചെയ്യുന്ന ടാക്സിന് സ്റ്റേറ്റിൻ്റെ ഷെയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതിനെയാണ് ടാക്സ് ഡെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഫിനാൻസ് കമ്മീഷനാണ് ഇതിൻ്റെ വെർട്ടിക്കൽ ഷെയറും, അതായത് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്നത്, സ്റ്റേറ്റുകൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതും എത്രയാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. 14th ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റ്സിന് ഓവറോൾ ഷെയറിൽ 32% നിന്ന് 42% ഇൻക്രീസ് ചെയ്തു. ഇത് തിയററ്റിക്കലി സ്റ്റേറ്റ്സിന് ബെനിഫിഷ്യൽ ആയിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ ഇൻഡിവിജ്വൽ ഷെയർ റിലേറ്റീവ് ടൈംസിൽ അപ്പോൾ കുറയാണ് ചെയ്തത്. 15th ഫിനാൻസ് കമ്മീഷൻ പോപ്പുലേഷന് കൂടുതൽ വെയിറ്റേജ് നൽകി 2011 സെൻസസ് പോപ്പുലേഷൻ ഫോർമുലയാണ് യൂസ് ചെയ്ത്. പക്ഷേ കേരളത്തിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ
മെഷേഴ്സ് കാരണം അതും കേരളത്തിന് എന്ത് ചെയ്തു, നെഗറ്റീവായിട്ട് ബാധിച്ചു. ഫിസിക്കൽ ഡിസിപ്ലിൻ, ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തുടങ്ങിയവ കേരളത്തിൻ്റെ സ്ട്രോങ്ങർ പെർഫോമൻസ് ആയിരുന്നെങ്കിൽ കൂടി ഇതിനൊക്കെ ലോവർ വെയിറ്റേജ് നൽകിയതോടുകൂടി കേരളത്തിൻ്റെ ഹൊറിസോണ്ടൽ ഷെയർ എന്ന് പറയുന്നത് 3.9 നിന്ന് 2.5 ആയിട്ട് 2.5% ആയിട്ട് 15th ഫിനാൻസ് കമ്മീഷൻ്റെ സമയത്ത് അവരുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം വന്നപ്പോൾ കുറഞ്ഞു. GST കോമ്പൻസേഷൻ, അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2017 ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു GST എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വാറ്റ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് സറണ്ടർ ചെയ്ത് യൂണിഫൈഡ് ആയിട്ടുള്ള GST സിസ്റ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ സ്റ്റേറ്റിലേക്ക് 5 വർഷത്തെ കോമ്പൻസേഷൻ കൊടുക്കാം. അതായത് റവന്യൂ ആനുവലി 14% അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഡിഫറൻസ് സെൻട്രൽ കോമ്പൻസേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. കേരളം ഒരു കൺസംഷൻ ഓറിയൻറ്റഡ് എക്കണോമി ആയതുകൊണ്ട് തന്നെ GST കോമ്പൻസേഷനിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 2020-21 പീരീഡിൽ ഒരു 12,000 കോടി നമുക്ക് GST കോമ്പൻസേഷനായിട്ട് ലഭിക്കുകയും ചെയ്തു. 2022-21 കാലഘട്ടമായപ്പോഴത്തേന് ഈ കോമ്പൻസേഷൻ അവസാനിക്കുകയും ഇതോടെ കേരളത്തിൻ്റെ ഫിനാൻസിൻ്റെ അപ്പുറത്ത് ഒരു സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്ന 10,000-10,000 കോടിയോളം രൂപ പെട്ടെന്ന് നിർത്തലാക്കിയപ്പോൾ അത് കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ അത് സാരമായിട്ട് തന്നെ ബാധിച്ചു. GST കോമ്പൻസേഷൻ അവസാനിച്ച് കേരളത്തിൻ്റെ സ്വന്തം റവന്യൂ മൊബിലൈസേഷൻ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാക്കിയെന്നത് സത്യം തന്നെ. ബെറ്റർ ടാക്സ് കംപ്ലയൻസ്, ടാക്സ് ബേസ് വൈഡനിങ്, ഫിസിക്കൽ ഡിസിപ്ലിൻ എന്നിവ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ് നമ്മുടെ സ്റ്റേറ്റിൽ. കോമ്പൻസേഷൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതൊരു ഫിസിക്കൽ പ്രഷറായിട്ട് മാറി. ഗവൺമെൻറ് ബോറോയിങ്ങിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇത് നമ്മൾ മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് നമ്മൾ കിഫ്ബി പോലുള്ള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് മെക്കാനിസം കൂടുതലായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ അതും ബഡ്ജറ്റ് ലിമിറ്റിനകത്ത് കൊണ്ടുവന്നപ്പോൾ അതും പ്രശ്നമായി. കേരളത്തിൻ്റെ മേജർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDPക്കും ടാക്സ് റവന്യൂവിനും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആയിട്ട് കൂടി കൃത്യമായിട്ടുള്ളൊരു അഡ്യൂക്കേറ്റ് ആയിട്ടുള്ളൊരു ടാക്സ് ഡെവല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇത് കോർപ്പറേറ്റ് ഫെഡറലിസത്തിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് ആയിട്ട് കൂടി നമ്മുടെ സ്റ്റേറ്റ് എപ്പോഴും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, കേരളം ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ സെൻട്രൽ ട്രാൻസ്ഫർ ഇപ്പോഴും കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ സെൻട്രൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. നമ്മളൊരു സോഷ്യലി ഹൈലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ കൂടി ഫിസിക്കൽ പൊസിഷനിൽ ഇപ്പോഴും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മളിപ്പോഴും ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാൻറ്റുകൾ കുറയുന്നതും GST കോമ്പൻസേഷൻ അവസാനിച്ചതും നമ്മുടെ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു വോളറ്റിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു അൺസർട്ടനിറ്റി നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇത് കാരണമാക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ കേരളത്തിലേക്ക് റവന്യൂ ഡൈവേഴ്സിഫിക്കേഷനും ഫിസിക്കൽ മാനേജ്മെൻറ്റ്, സസ്റ്റൈനബിൾ ബോറോയിങ് സ്ട്രാറ്റജിയും കൊണ്ടുവരേണ്ടത് ഇതോടൊപ്പം തന്നെ ഒരു ഭയങ്കര ആവശ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഫെഡറൽ ഫിസിക്കൽ സിസ്റ്റം കൊണ്ടുവരണമെന്ന് കേരളം എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. കാരണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന കാശിന് ആനുപാതികമായിട്ടുള്ള ഒരു ടാക്സ് ഡെവല്യൂഷൻ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് ടാക്സിൻ്റെ കാര്യത്തിലും GST കോമ്പൻസേഷൻ്റെ കാര്യത്തിലും കേരളം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കേരളം അതെങ്ങനെ ഫേസ് ചെയ്തു, എങ്ങനെ അത് വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിൻ്റെ ഫിസിക്കൽ ഡിപ്പെൻഡൻസും കേരളം ഫേസ് ചെയ്യുന്ന വൾണറബിലിറ്റീസും എന്തൊക്കെയാണെന്നുള്ളതാണ്. കേരളം ഇന്ത്യയിലെ തന്നെ സോഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള സ്റ്റേറ്റ് തന്നെയാണ്. ലിറ്ററസി, ഹെൽത്ത് കെയർ, ലൈഫ് എക്സ്പെക്റ്റൻസി, HDI പോലുള്ള ഇൻഡിക്കേറ്റേഴ്സിൽ കേരളത്തിൽ ഇപ്പോഴും ടോപ്പ് പൊസിഷൻ തന്നെയാണ്. പക്ഷേ ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ കേരളത്തിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെസ്സിന് കൂടി കാരണമാകുന്നുണ്ട്. ഇതാണ് കേരളത്തിൻ്റെ ഒരു ഫിസിക്കൽ പാരഡോക്സ് എന്ന് പറയുന്നത്. കാരണം ഈ ഫിസിക്കൽ സ്ട്രെസ് എക്കണോമി വീക്ക് ആയതുകൊണ്ടല്ല വരുന്നത്. സ്ട്രക്ചറലായിട്ട്
വേറെ ഫാക്ടേഴ്സിന് കാരണമാവുന്നുണ്ട്. കാരണം നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. റവന്യൂ ജനറേഷൻ കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി ലിമിറ്റഡുമാണ്. സെൻട്രൽ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവലി കുറയുന്നത് നമുക്ക് വളരെ ഫിസിക്കൽ സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ട്. കേരളത്തിൻ്റെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റാണ്. ഗവൺമെൻറ് റെഗുലർ റവന്യൂ റെസിപ്റ്റ്സും ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സും കവർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ റവന്യൂ റെസിപ്റ്റ്സിന് പറ്റുന്നില്ല. ഗവൺമെൻറ് റെക്കറിങ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബോറോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതൊരു കണ്ടിന്യൂസ് ബോറോയിങ് ഡിപ്പെൻഡൻസിനും കാരണമാകുന്നുണ്ട്. കേരളയുടെ ഫിസിക്കൽ സിസ്റ്റം ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഗവൺമെൻറ് റെഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ ഐറ്റമാണ് ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഏകദേശം 65-70% വരുന്നത് ഈ എക്സ്പെൻഡിച്ചർ തന്നെ. സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പോലുള്ള കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. ഓക്കെ, പെൻഷൻ ലയബിലിറ്റീസ് മാത്രം ചില വർഷങ്ങളിൽ ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ 20% മുകളിലായിട്ട് നമുക്ക് കാണാം. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് 17-20% റേഞ്ചിലാണുള്ളത്. സസ്റ്റൈനബിൾ ലെവൽ എന്ന് പറയുന്നത് 10-12% നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 17-20% വരെയാണ്. അത് ഓൾമോസ്റ്റ് ഡബിൾ വരുന്നുണ്ട്. ഡെപ്റ്റ് ബർഡൻ കൂടുമ്പോൾ റവന്യൂവിൻ്റെ വലിയ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ആയിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിലോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സിലോ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ കേരളയുടെ ഫിസിക്കൽ ഡിപ്പെൻഡൻസി സെൻട്രൽ ട്രാൻസ്ഫേഴ്സിനെ ആശ്രയിച്ചിട്ടുള്ള നമ്മൾ നേരത്തെ സംസാരിച്ചു. ഓക്കെ, പക്ഷേ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം, സെൻട്രൽ ഷെയർ വളരെയധികം കുറയുകയും ചെയ്തു. ഓക്കെ, ഇതിലൂടെ കേരളത്തിന് ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടവും ഉണ്ടാകുന്നുണ്ട്. പുതിയ ഫിനാൻസ് കമ്മീഷൻ്റെ പോപ്പുലേഷൻ വെയിറ്റേജ് ഫോർമുല എന്ന് പറയുന്നത് ലാർജർ പോപ്പുലേഷനുള്ള സ്റ്റേറ്റ്സിന് കൂടുതൽ ഷെയർ ലഭിക്കുന്നതിനും കേരള പോലുള്ള പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ അച്ചീവ് ചെയ്ത സ്റ്റേറ്റിന് ഭയങ്കര ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടും കാണാം. ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഡെമോഗ്രാഫിക് കൺട്രോളും കൊണ്ടുവന്നു കഴിയുമ്പോഴത്തേന് കേരളത്തിന് ആ ഏരിയാസിൽ HDAയിലും സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിന് സക്സസ് കാണിക്കുമ്പോൾ തന്നെ ഫിസിക്കൽ ഡെവല്യൂഷൻ ഫോർമുലയിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് കാര്യമായിട്ട് വേറൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST കോമ്പൻസേഷൻ കാരണം ഉണ്ടായ ഒരു വരുമാന കുറവാണ്. ഓക്കെ, GST കോമ്പൻസേഷനാണ് കേരളം ഹെവിലി ആയി ഡിപ്പെൻഡ് ചെയ്ത്. കേരളത്തിന് ഇൻഡയറക്റ്റ് ടാക്സ് റെജീം ഉണ്ടായിരുന്ന സമയത്ത് VAT ഉണ്ടായിരുന്നു. അതൊരു നല്ല വരുമാനമായിരുന്നു. ഈ റവന്യൂ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനാണ് സെൻട്രൽ കോമ്പൻസേഷൻ കൊണ്ടുവന്നത്. പക്ഷേ അത് കുറഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു, GST കോമ്പൻസേഷൻ സ്റ്റോപ്പ് ചെയ്തതോടെ കേരളത്തിന് ബോറോയിങ് ഡിപ്പെൻഡൻസ് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ബോറോയിങ് റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്നു. അതായത് കേരളം എന്ന് പറയുന്നത് ഒരു ഹെവിലി ബോറോയിങ് റിക്വയർമെൻറ്റ് ഉള്ളൊരു സ്റ്റേറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനും നമ്മുടെ നെറ്റ് ബോറോയിങ് സീലിങ്ങിൻ്റെ അണ്ടറിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ കൂടെ കൊണ്ടുവന്നപ്പോഴത്തേന് നമുക്ക് വേറെ ബോറോയിങ്സ് എടുക്കുവാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ആ സിറ്റുവേഷനും ഈ ബോറോയിങ്സും ഇമീഡിയറ്റ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് പോലുള്ള തോന്നിച്ചെങ്കിൽ ലോങ് ടേം ലയബിലിറ്റീസ് സ്റ്റേറ്റിന് വരുന്നു എന്നുള്ള കാരണം കൊണ്ട് അതും നമ്മുടെ നെറ്റ് ബോറോയിങ് സീലിങ്ങിന് അടിയിൽ കൊണ്ടുവന്ന് അതും നമ്മുടെ ഫിസിക്കൽ റെസ്ട്രിക്ഷനും വൾനറബിലിറ്റിക്കും കാരണമായി. CAG റിപ്പീറ്റഡ്ലി കേരളത്തിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പ്രാക്ടീസിനെ ക്രിട്ടിസൈസ് ചെയ്തു. SPV ബോറോയിങ്സ് ആണെങ്കിലും ഇതിൻ്റെ റീപേയ്മെൻറ്റ് ലയബിലിറ്റി ഗവൺമെൻറ്റിൻ്റെ പുറത്ത് വരുന്നു എന്നതാണ് CAGയുടെ ഏറ്റവും വലിയ പ്രശ്നം. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലാണ് CAG. അത് CAG ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഫിസിക്കൽ സിറ്റുവേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഓവർലുക്ക് അവർ ആണ്. അത് എന്താ പറയുക, അതിനെ വാച്ച് ചെയ്യുന്നൊരു അതോറിറ്റി അവരാണ്. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ ഇത് കൃത്യമായിട്ട് ആക്ച്വൽ ബോറോയിങ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് വഴി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോറോയിങ് ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പെറൻറ്റ് സിറ്റുവേഷൻ അല്ല എന്നും അതുകൊണ്ട് തന്നെ ഹിഡൻ ലയബിലിറ്റീസ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് റീപേയ്മെൻറ്റിന് ഡെപ്റ്റ് റീപേയ്മെൻറ്റിനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു. ഇത് ലോങ് ടേമിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സോൾവൻസി ഇഷ്യൂവിന് കാരണമാകുമെന്ന് കണ്ടെത്തി CAG എന്ത് ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ വോൺ ചെയ്തു.
ഈ സിറ്റുവേഷൻസ് എല്ലാം വരുമ്പോൾ തന്നെ കേരളം എന്ന് പറയുന്നത് ഒരു സർവീസ് സെക്ടർ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്. മാനുഫാക്ചറിങ് ബേസ്ഡ് എക്കണോമിയെക്കാട്ടിയും ഒരു സർവീസ് ഓറിയൻറ്റഡ് എക്കണോമിയാണ് നമ്മുടേത്. ആ സർവീസ് ഓറിയൻറ്റഡ് ഒരു എക്കണോമിയെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ടാക്സ് ചെയ്യാൻ പറ്റില്ല. കേരളയുടെ ഇൻഡസ്ട്രിയൽ ബേസും എന്ത് ചെയ്യുന്നുണ്ട്, നാരോ ആണ്. ഓക്കെ, ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ ടാക്സേഷൻ സോഴ്സസും നമുക്ക് എന്താണ്, ലിമിറ്റഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ കാണാൻ പറ്റും. ആൽക്കഹോള്, ഫ്യൂവല്, മോട്ടോർ വെഹിക്കിൾ ടാക്സ് പോലുള്ള കുറച്ച് റവന്യൂ സോഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുവാനും നമ്മുടെ സിറ്റുവേഷൻ കാരണമാകുന്നുണ്ട്. ഓൾറെഡി പ്രോഗ്രസീവ് ടാക്സേഷൻ ലെവൽസ് ഉള്ളതിനാൽ ടാക്സ് റേറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നത് പൊളിറ്റിക്കലി എക്കണോമിക്കലി നമ്മുടെ ഒരു സ്റ്റേറ്റിനും സെൻട്രലിനും ഡിഫിക്കൽട്ടാണ്. ടാക്സ് കംപ്ലയൻസ് ഇഷ്യൂസും എക്സംഷൻസും റവന്യൂ മൊബിലൈസേഷനെ എന്ത് ചെയ്യുന്നുണ്ട്, സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഡിസൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റുമാണ്. ഓൺ ടാക്സ് റവന്യൂ ടു GSDP റേഷ്യോ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ എക്സ്പെൻഡിച്ചർ റിക്വയർമെൻറ്റ്സുമായിട്ട് മാച്ച് ചെയ്യാനുള്ള അത്രയും എന്ത് ചെയ്തിട്ടില്ല, ഓൺ ടാക്സ് റവന്യൂ നമുക്ക് അത്രയും ഗ്രോത്ത് ഉണ്ടായിട്ട് ഇല്ല. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിനുള്ള ഫിസിക്കൽ വൾണറബിലിറ്റീസ് ഉണ്ടാവുന്നത് ഇന്റേണൽ പോളിസീസ് കാരണം മാത്രമല്ല, എക്സ്റ്റേണൽ ഫിസിക്കൽ കൺസ്ട്രെയിൻസും ഇതിന് വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസ് മാത്രമല്ല, സെൻട്രൽ റെവല്യൂഷൻ ഫോർമുലയും ബോറോയിങ് റെസ്ട്രിക്ഷൻസും GST സ്ട്രക്ചറിലുണ്ടായ മാറ്റങ്ങളും എല്ലാം കേരളത്തിന്റെ ഫിനാൻസിനെ ഹെവിലി ബാധിക്കുന്നുണ്ട്. ഈ ഫ്യൂച്ചറിൽ കേരളത്തിൽ ഇന്റേണൽ റിഫോംസ് ആവശ്യമാണ്. ടാക്സ് ബേസ് ബ്രോഡൻ ചെയ്യണം. പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നോൺ എസൻഷ്യൽ എക്സ്പെൻഡിച്ചർ റാഷണലൈസ് ചെയ്ത് അത് കുറയ്ക്കുകയും വേണം. ഫിനാൻസ് ഇതുപോലെ തന്നെ ഇത് സ്റ്റേറ്റിന് ഇന്റേണലി റിഫോം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഫോർമുല കുറച്ചുകൂടെ ഇക്വിറ്റബിൾ ആക്കണം. നമ്മളെ പോലുള്ള HDI ഹൈ ആയിട്ടുള്ള സ്റ്റേറ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവർക്കൂടെ ഷെയർ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ കുറച്ചുകൂടെ, പിന്നെ ബോറോയിങ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കണം എന്ന ഡിമാൻഡ്സും കേരളം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു ഫെഡറൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് ഫിസിക്കൽ ഇംബാലൻസിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് വൾണറബിലിറ്റീസ് നിന്നെല്ലാം മാറി കേരളത്തെ പോലുള്ളൊരു വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിന് ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്ത് ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇഷ്യൂസ് സോൾവ് ചെയ്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സപ്പോർട്ടും നമ്മുടെ സ്റ്റേറ്റിന് വരണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇഷ്യൂസ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫിനാൻസ് കമ്മീഷൻ എന്താണ്, ഫിനാൻസ് കമ്മീഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഇന്ത്യയിലെ ഫെഡറൽ ഫിസിക്കൽ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ള. 1951 ഇത് രൂപീകൃതമാവുന്നത്. ഇന്ത്യയിൽ സെൻട്രലും സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സ് പവേഴ്സാണ് ഉള്ളത്. സെൻട്രലിൽ ടാക്സ് പവേഴ്സ് ഉള്ളപ്പോൾ സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഫിനാൻസ് കമ്മീഷനാണ് ഈ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫിനാൻസ് കമ്മീഷൻ്റെ റോള് ടാക്സ് ഷെയറിങ്ങിലും ഗ്രാൻസ് ഇൻ എയ്ഡിൻ്റെയും ഷെയറിങ്ങിലും ഒക്കെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ കാലക്രമേണ ഈ റോൾ എക്സ്പാൻഡ് ചെയ്യുകയും ഫിസിക്കൽ ഡിസിപ്ലിൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിങ്, ലോക്കൽ ബോഡി ഗ്രാൻസ്, പെർഫോമൻസ് ഇൻസെൻറ്റീവ് തുടങ്ങിയ ഏരിയാസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഒരു കോർപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഫിനാൻസ് കമ്മീഷൻ മാറിയിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ്റെ മേജർ ഫംഗ്ഷൻ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ മാനേജ് ചെയ്യുക എന്നതാണ്. ഇതിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, അതായത് സെൻട്രൽ കളക്ട് ചെയ്യുന്ന ടാക്സ് എത്ര പെർസെൻറ്റേജ് സ്റ്റേറ്റിലേക്ക് നൽകണം എന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുക എന്നതാണ്. രണ്ടാമത് വരുന്നത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷനാണ്. സ്റ്റേറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഷെയർസ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റുകളുടെ ഇടയിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അടുത്തായിട്ട് വരുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. റവന്യൂ ഡെഫിസിറ്റ് ഉള്ള സ്റ്റേറ്റുകൾക്ക് അഡീഷണൽ ഗ്രാൻസ് നൽകുവാൻ ഫിനാൻഷ്യൽ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ വെർട്ടിക്കൽ ഫിസിക്കൽ ഇംബാലൻസും
ഹൊറിസോണ്ടൽ ഇംബാലൻസും റെഡ്യൂസ് ചെയ്യാനാണ്, സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇംബാലൻസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഫിനാൻസ് കമ്മീഷൻ ശ്രമിക്കുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഈക്വൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുക എന്നതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷനും ഒബ്ജക്റ്റീവ്സും. ഫിനാൻസ് കമ്മീഷനും കേരളയും തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഫിസ്ക്കൽ സിസ്റ്റം ഫിനാൻസ് കമ്മീഷൻ്റെ ട്രാൻസ്ഫേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് സെൻട്രൽ ട്രാൻസ്ഫേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തത്. ഈ സെൻട്രൽ ട്രാൻസ്ഫേഴ്സ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിധി വഴിയാണ്, ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് വഴിയാണ് വരുന്നത്. കേരളം പോലെയുള്ള വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൽ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ വളരെയധികം കൂടുതലാണ്. ഇൻഡസ്ട്രിയൽ ബേസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ റവന്യൂ മൊബിലൈസേഷൻ കപ്പാസിറ്റിയും നമ്മുടെ എന്താണ്, നമുക്ക് സ്വരുക്കൂട്ടാൻ പറ്റുന്ന റവന്യൂ മാർഗങ്ങളും കുറവാണ്. നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ ഡെവല്യൂഷൻ ഫോർമുലയിൽ എക്സ്പെക്റ്റഡ് ലെവൽ അലോക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്ന് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ മേജർ ക്രിറ്റിസിസമാണ്. ഫിനാൻഷ്യൽ കമ്മീഷൻ ഫോർമുലയിൽ ലാർജർ പോപ്പുലേഷനുള്ള സ്റ്റേറ്റിലേക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് നൽകുന്നു. കേരളം പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷനും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ്മെൻറ്റും ഒക്കെ നേടിയതുകൊണ്ട് ഫിസ്ക്കൽ അലോക്കേഷൻ നമുക്ക് അഡ്യൂക്കേറ്റ് റിവാർഡ് ലഭിക്കുന്നില്ല എന്ന് കേരളത്തിൻ്റെ ഒരു ഭയങ്കര വലിയ പരാതിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഗുഡ് പെർഫോമൻസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആൻഡ് സോഷ്യൽ സെക്ടർ നമ്മളെ പീനലൈസ് ചെയ്യാനുള്ള ഒരു കാരണമാവുന്നു എന്ന് നമ്മളെപ്പോഴും ആർഗ്യൂ ചെയ്യുന്നൊരു പോയിൻ്റാണ്. എന്താണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് നമ്മൾ നേരത്തെ കണ്ടു. വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്നുള്ളത് സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ടാക്സ് ഷെയറിംഗ് ആണ്. സെൻട്രലിലേക്ക് മേജർ റവന്യൂ സോഴ്സസ് കൂടുതലാണ്. സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ സെൻട്രലിൻ്റെ ട്രാൻസ്ഫേഴ്സ് കൂടിയേ തീരും. 14 ഫിനാൻഷ്യൽ കമ്മീഷൻ്റെ ഷെയർ 42% ആക്കി, സ്റ്റേറ്റ്സിൻ്റെ ഷെയർ 42% ആക്കി ഇൻക്രീസ് ചെയ്തു. 15th ഫിനാൻസ് കമ്മീഷൻ 41 കുറച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്കിടയിലെ ഷെയറിംഗ് ആണ്. അതായത് പോപ്പുലേഷൻ, ഇൻകം ഡിസ്റ്റൻസ്, ഏരിയ, ഫോറസ്റ്റ് കവർ, ഫിസ്ക്കൽ ഡിസിപ്ലിൻ, ഡെമോഗ്രാഫിക് പെർഫോമൻസ് തുടങ്ങിയ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ അലോക്കേഷൻ തീരുമാനിക്കുന്നത്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ ക്രൈറ്റീരിയ ഡിസഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെമോഗ്രാഫിക് പെർഫോമൻസ് പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് അഡ്വാൻറ്റേജ് തരുന്നുണ്ട്. പക്ഷേ പോപ്പുലേഷൻ ക്രൈറ്റീരിയക്കാണ് വെയിറ്റേജ് കൂടുതൽ. നമുക്ക് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് വഴി, അതായത് ഗ്രാൻഡ് ഇൻ എയ്ഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. റവന്യൂ ഡെഫിസിറ്റുള്ള സ്റ്റേറ്റ്സിന് അഡീഷണൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുവാനാണ് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് വരുന്നത്. ഇത് ആർട്ടിക്കിൾ 275 പ്രകാരമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 275 ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് വരുന്നതും. ജനറൽ ഡെഫിസിറ്റിൻ്റെ ഗ്രാൻസിന് പുറമെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുള്ള പോലുള്ള സെക്ടേഴ്സിനും ഗ്രാൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ബേസ്ഡ് ഗ്രാൻസ് റിഫോംസ് എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് ശേഷം പഞ്ചായത്തുകൾക്കും അർബൻ ലോക്കൽ ബോഡീസിന് ഫിനാൻസ് കമ്മീഷൻ ഡയറക്റ്റ് ആയിട്ട് ഗ്രാൻസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് മോഡൽ കാരണം ലോക്കൽ ബോഡി ഗ്രാൻസ് വരെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഓക്കെ, പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ കേരള ഡീസെൻട്രലൈസേഷൻ സക്സസ് മോഡലായിട്ട് ഇൻ്റർനാഷണലി പോലും അക്ലെയിം ചെയ്ത ഒരു മോഡലാണ് കേരളത്തിൻ്റേത്. കാരണം കേരളത്തിൻ്റെ ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെൻറ് LSDs എല്ലാം കൃത്യമായിട്ട് തന്നെ ഫണ്ട് യൂട്ടിലൈസേഷൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 15th ഫിനാൻസ് കമ്മീഷൻ എങ്ങനെയാണ് അതിൻ്റെ റെക്കമെൻഡേഷൻസ് ചലഞ്ചസ് ഒന്ന് കണ്ടുപോവാം. 15th ഫിനാൻസ് കമ്മീഷൻ 2017 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇതിൻ്റെ ചെയർമാനായിട്ട് NK സിംഗ് ആയിരുന്നു. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2020-21 മുതൽ 2025-26 കാലഘട്ടം വരെയാണ്, തീരാറായി. ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിസ്ക്കൽ എൻവയോൺമെൻറ്റിലാണ് ഈ കമ്മീഷൻ പ്രോസസ്. കാരണം GST ട്രാൻസിഷൻ, സ്റ്റേറ്റ് ഡെപ്സിൻ്റെ ഇൻക്രീസ്, കോവിഡ്, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, റവന്യൂ അൺസർട്ടനിറ്റി, മൾട്ടിപ്പിൾ ചലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. ഇതുകൊണ്ട് തന്നെ 15th ഫിനാൻസ് കമ്മീഷന് ട്രഡീഷണൽ ടാക്സ് സൊല്യൂഷൻ മാത്രമല്ല, ഫിസ്ക്കൽ സസ്റ്റൈനബിലിറ്റി, ബോറോയിങ് ഫ്രെയിംവർക്ക്, ഡിസാസ്റ്റർ ഫണ്ടിങ്, ട്രാൻസ്പെറൻറ്റി തുടങ്ങിയ ഒരുപാട് ഏരിയാസിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
ഇതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് ആയിട്ട് 41% വെർട്ടിക്കൽ ഡെവല്യൂഷൻ കുറച്ചു. ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഫോർമുല ഇൻകം ഡിസ്റ്റൻസിന് ഹയസ്റ്റ് വെയിറ്റേജ് ആയ 45% ലഭിച്ചു. പോപ്പുലേഷൻ ബേസ്ഡ് 2015 സെൻസസിൻ്റെ ഭാഗത്തിനായിട്ട് 15% കൊണ്ടുവന്നു. പക്ഷേ കേരളത്തിലുള്ള ലോ പോപ്പുലേഷൻ റേറ്റ് കേരളത്തിന് വളരെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറി. ഓക്കെ, പിന്നെ കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻഡ്, സെക്ടർ ഗ്രാൻഡ്സ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട്, ലോക്കൽ ബോഡി ഗ്രാൻഡ്, പെർഫോമൻസ് ഇൻസെൻറ്റീവ് എന്നിവയും കൃത്യമായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്സ് ട്രാൻസ്പെറൻറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനായിട്ട് വന്നതും നമ്മുടെ സ്റ്റേറ്റിനെ അത് ബാധിച്ചു. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലൊരു മിക്സ്ഡ് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയാം. പോസിറ്റീവ് സൈഡിൽ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്സ് പാൻഡമിക് പീരീഡിലൊക്കെ കൃത്യമായിട്ട് കേരളത്തിന് ലഭിച്ചു. ലോക്കൽ ബോഡി ഗ്രാൻഡ് ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട്സ് ഫ്ലഡ് പോലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് സഹായിച്ചു. ഹെൽത്ത് സെക്ടർ ഗ്രാൻഡ്സും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ സിസ്റ്റം കേരളത്തിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. സപ്പോർട്ടാണ് ചെയ്യുന്നത്, ഫുൾ ഫണ്ടിങ് അല്ല, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് സൈഡിൽ കേരളത്തിൻ്റെ 2015 പോപ്പുലേഷൻ ക്രൈറ്റീരിയ കേരളത്തിൻ്റെ ഷെയർ കുറയാൻ വേണ്ടി കാരണമായി. ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ പ്രഷറും കേരളത്തിന് ഇൻക്രീസ് ചെയ്തു. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഒരു സ്ട്രിക്റ്റ് സ്ക്രൂട്ടനിക്കും വിധേയമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏജിങ് പോപ്പുലേഷനും വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സും പെൻഷൻ ബേർഡനും തുടങ്ങിയ സ്ട്രക്ചറൽ ചലഞ്ചസ് കാരണവും എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി കേരളത്തിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷൻ ഇന്ത്യയുടെ കോപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രക്ചറിൽ ഒരു സെൻട്രൽ പില്ലർ തന്നെയാണെന്ന് നമുക്ക് പറയാം. സ്റ്റേറ്റിന് അഡിക്വേറ്റ് ആയിട്ടുള്ള റിസോഴ്സ് ലഭ്യമാക്കി ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രോഡ് ഒബ്ജക്റ്റീവ് അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കേരളം പോലുള്ള വെൽഫെയർ ഓറിയൻറ്റഡ് സ്റ്റേറ്റ്സിന് ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സ് വളരെയധികം ക്രൂഷ്യലാണ്. വെൽഫെയർ എക്സ്പെൻഡിച്ചർ, ഡീസെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് നടത്തുവാൻ തുടങ്ങി എല്ലാം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫേഴ്സ് കേരളത്തിന് വളരെ ഇന്നവിറ്റബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കേരളത്തിന് ആവശ്യം എന്ന് പറയുന്നത് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡെവല്യൂഷൻ ഫോർമുലയും ഡെമോഗ്രാഫിക് അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു റെക്കഗ്നേഷനും ആണ് കേരളത്തിന് കൃത്യമായിട്ട് വേണ്ടത്. കാരണം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സും നമ്മുടെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെല്ലാം കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം റെക്കഗ്നൈസ് ചെയ്യുക, കുറച്ചുകൂടെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡെവല്യൂഷൻ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ബോറോയിങ് ഫ്ലെക്സിബിലിറ്റിയും കൊണ്ടുവരാം. ഫിസ്ക്കൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം റവന്യൂ മൊബിലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഫിസ്ക്കൽ ഡിസിപ്ലിൻ സ്ട്രെങ്തൻ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിസ്ക്കൽ ഫ്യൂച്ചർ ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. ഇതിനുവേണ്ടി ഫിനാൻസ് കമ്മീഷൻ ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ആവശ്യങ്ങളും കൂടെ നടത്തിച്ചെടുത്താൽ മാത്രമേ കൃത്യമായിട്ട് സ്റ്റേറ്റിന് ഇതുവഴി ഒരു ബെറ്റർ പൊസിഷനിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ റോളെന്ന് പറയുന്നത്. ഫിസ്ക്കൽ ഫെഡറലിസം എന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റത്തിൽ, അതായത് രണ്ട് സിസ്റ്റം, സെൻട്രലും സ്റ്റേറ്റും വരുന്ന സിസ്റ്റത്തിനകത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്റുകളുടെ ഇടയിൽ സെൻട്രലിൻ്റെ പവറും റെസ്പോൺസിബിലിറ്റീസും ഈ ഗവൺമെൻറ്റുകൾക്കിടയിൽ ഫിനാൻഷ്യൽ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. ഈ പലതരത്തിലുള്ള ഗവൺമെൻറ്റൽ ബോഡീസ്, പല ലെവലിലുള്ള ഗവൺമെൻറ് ബോഡീസിനിടയിൽ ഇവരുടെ ഫിനാൻഷ്യൽ പവേഴ്സും റെസ്പോൺസിബിലിറ്റീസും ഡിവൈഡ് ചെയ്യണം. ഇതിനുള്ള സംവിധാനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ മേജറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ആര് ടാക്സ് കളക്ട് ചെയ്യണം, ആരെന്ത് എക്സ്പെൻഡിച്ചർ നടത്തണം, ആർക്ക് എത്രമാത്രം ബോറോയിങ് ചെയ്യാൻ പറ്റും. ഒരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് സെൻട്രലും സ്റ്റേറ്റും സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഫിസ്ക്കൽ അറേഞ്ച്മെൻറ്റ്, ആരെന്ത് ചെയ്യണം എന്നുള്ള അറേഞ്ച്മെൻറ്റ് കൃത്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി വഴി തന്നെ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് റിസോഴ്സ് എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് ചെയ്യുക, റീജിയണൽ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുക,
അക്കൗണ്ടബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അത് ആരെന്ത് ചെയ്യുന്നു അതിൻ്റെ അകത്തുള്ള ഫണ്ടിനകത്തുള്ള അക്കൗണ്ടബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. നാഷണൽ പ്രയോറിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്ത് രാജ്യത്തിൻ്റെ വളർച്ചയും എക്കണോമിക് സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലോക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രക്സ് തന്നെ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് 2 സ്ട്രക്ചറിലാണ്. അതായത് 2 സ്ട്രക്ചർ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് 2 ഇംബാലൻസസ് ആണ് സാധാരണ ഉണ്ടാവുന്നത്. ഒന്ന് വെർട്ടിക്കൽ ഇംബാലൻസും ഹൊറിസോണ്ടൽ ഇംബാലൻസും. അതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡെവല്യൂഷനും ഹൊറിസോണ്ടൽ ഡെവല്യൂഷനും വരുന്നത് കൊണ്ടാണ് ഈ 2 സിസ്റ്റത്തിലുള്ള ഇംബാലൻസസ് ഉണ്ടാവുന്നത്. വെർട്ടിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്നത് സെൻട്രലിലേക്ക് മേജർ റവന്യൂ പവർ കൂടുമ്പോഴും സ്റ്റേറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെൻഡിച്ചർ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലായിട്ട് വരുന്നത്. ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, GST പോലുള്ള സ്ട്രോങ് റവന്യൂ സോഴ്സ് സെൻട്രൽ കൺട്രോൾ ചെയ്യുന്നു. പക്ഷേ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, വെൽഫെയർ പോലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റാണ്. ഹൊറിസോണ്ടൽ അത് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇംബാലൻസ് ആണ്. ഹൊറിസോണ്ടൽ ഇംബാലൻസ് സ്റ്റേറ്റുകൾക്കിടയിലുള്ള ഡിഫറൻസസിനെയാണ് കാണിക്കുന്നത്. എല്ലാ സ്റ്റേറ്റുകൾക്കും സെയിം ആയിട്ടുള്ള റവന്യൂ കപ്പാസിറ്റി അല്ല ഉള്ളത്. ചില സ്റ്റേറ്റുകൾ റിച്ച് ആണ്, ചില സ്റ്റേറ്റുകൾ എക്കണോമിക്കലി ബാക്ക്വേർഡുമാണ്. പോപ്പുലേഷൻ, പോവർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നീഡ്സ് എല്ലാം ഓരോ സ്റ്റേറ്റിലും വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഇൻഇക്വാളിറ്റീസിനെ റെഡ്യൂസ് ചെയ്യാനാണ് ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സും ഗ്രാൻസും ഡെവല്യൂഷൻ മെക്കാനിസവും എല്ലാം ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഇതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രാജ്വലി ഇവോൾവ് ചെയ്താണ് വന്നത്. ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ 1959 റവന്യൂ ഷെയറിംഗ് ഫ്രെയിം വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. കാലക്രമേണ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിലേക്ക് ഈ കോൺസെപ്റ്റ് വരികയും 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ സ്റ്റേറ്റ്സിന് 42% ഇൻക്രീസ് ചെയ്തു. ഇത് സ്റ്റേറ്റ്സിന് ഒരു ഫിസ്ക്കൽ ഓട്ടോണമി നൽകാനുള്ളൊരു ശ്രമമായിരുന്നു. 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ 41% അത് സ്ലൈറ്റ്ലി റെഡ്യൂസ് ചെയ്തു. പക്ഷേ പ്രാക്ടിക്കൽ ലെവലിൽ സെൻട്രലൈസേഷൻ ടെൻഡൻസീസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. സെൻട്രൽ ഇൻക്രീസ് ആയിട്ടുള്ള സ്ട്രെസ്, സെസ്, സർചാർജസ് എല്ലാം ഉപയോഗിച്ചു തുടങ്ങി. ഇവ ഡിവിസിബിൾ പൂളിൽ വരുന്ന ഐറ്റംസും ആവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെവല്യൂഷൻ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് മുഖേന എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഫണ്ടിങ് കൂട്ടുവാനാണ് ശ്രമിക്കുന്നത്. മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, നീതി ആയോഗ്, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് സോണൽ കൗൺസിലാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷൻ ടാക്സ് ഏതെങ്കിലും ഗ്രാൻസ്, ഫിസ്ക്കൽ റൂൾസും എന്നിവ റെക്കമെൻഡ് ചെയ്യുന്നു. GST കൗൺസിൽ സ്റ്റേറ്റ് GST കൗൺസിലും സെൻട്രൽ GST കൗൺസിലും ചേർന്നിട്ടാണ് GST ഡിസിഷൻസ് എപ്പോഴും എടുക്കുന്നത്. അതൊരു ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് വന്നത്. ഇപ്പോൾ കോപ്പറേറ്റീവ് പോളിസി കോർഡിനേഷൻ എല്ലാം റോൾ പ്ലേ ചെയ്യുന്നത് നീതി ആയോഗാണ്. ഒരു തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലും സോണൽ കൗൺസിലും തുടങ്ങിയ ഫോറംസ് കോപ്പറേറ്റീവ് എൻഗേജ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഫിസ്ക്കൽ മാനേജ്മെൻറ്റിൽ ഇവരുടെ റോള് കമ്പാരിറ്റീവ്ലി ലിമിറ്റഡ് ആണ്. അപ്പോൾ മേജർ ആയിട്ടുള്ളത് ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, നീതി ആയോഗം തന്നെയാണ് വരുന്നത്. ഈ ഫിസ്ക്കൽ ഫെഡറലിസവും കേരളത്തിലും എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പൊസിഷനാണ് കേരള സ്റ്റേറ്റിനുള്ളത്. ഇൻഡസ്ട്രിയൽ ബേസ് നാരോ ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ റവന്യൂ മൊബിലൈസേഷൻ കപ്പാസിറ്റി വളരെ കുറവാണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ നമ്മുടെ വെൽഫെയർ എക്സ്പെൻഡിച്ചർ വളരെയധികം ഹൈ ആണ്. കേരളം ഒരു ഹെവിലി ഫിനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫേഴ്സിൽ GST കോമ്പൻസേഷൻ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ടാക്സ് ഡെവല്യൂഷൻ പ്രോഗ്രാമിൽ കേരളത്തിന് ഇഷ്യൂസ് ഉണ്ട്. 1991 എക്കണോമിക് റിഫോംസിന് ശേഷം ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്നത് വളരെയധികം ശക്തമായിട്ട് വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. സ്റ്റേറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാനും എക്കണോമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഇതിന് ശേഷമാണ്. അതേസമയം കോപ്പറേറ്റീവ് ഫെഡറലിസം സെൻട്രൽ സ്റ്റേറ്റും പാർട്ണർഷിപ്പ് മോഡിൽ വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പാൻഡമിക് പോലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഹെൽത്ത് സെക്ടർ പോലുള്ള ഏരിയാസിൽ കോപ്പറേറ്റീവ് ഫെഡറലിസം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കോമ്പറ്റേറ്റീവ് അല്ലാത്ത രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ചും കേരള പോലുള്ള വെൽഫെയർ സ്റ്റേറ്റിന് ഇറ്റ് നീഡ്സ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് ട്രാൻസ്ഫേഴ്സ് ടു വർക്ക് എഫക്റ്റീവ്ലി. കേരളത്തിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ്, ലോക്കൽ ഗവൺമെൻറ്റ്സ് തുടങ്ങിയ സെക്ടേഴ്സിൽ കോപ്പറേറ്റീവ് ഗവർണൻസ് മോഡൽ വിജയകരമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിനൊക്കെ ഇതിൻ്റെ വളരെ വലിയ ഒരു മേജറായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ചലഞ്ചസ്
ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിൽ പലപ്പോഴും ഒരു സെൻട്രൽ സ്റ്റേറ്റ് ടെൻഷൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓവർ റീച്ചിനെയും ഡിലേഡ് ഫണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റിനെയും ബോറോയിങ് റെസ്ട്രിക്ഷനെയും ഗ്രാൻസിൻ്റെ റിഡക്ഷനെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രത്യേകിച്ചും സുപ്രീം കോർട്ടിൽ വരെ പോയി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേസ് വരെ നടത്തിയിട്ടുണ്ട്. സെൻട്രൽ സെസ്സും സർചാർജും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡിവിസിബിൾ പൂള് കുറയ്ക്കുവാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. പൊളിറ്റിക്കൽ ഡിഫറൻസസും ഫിസിക്കൽ റിലേഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റീവ് ഫെഡറലിസം സ്ട്രെങ്തൻ ചെയ്ത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് കൂട്ടി ഫെയർ ഡെവല്യൂഷൻ പ്രോബ്ലം ഗ്രേറ്റർ സ്റ്റേറ്റ് ഓട്ടോണമിയും കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ഒരു സ്റ്റേറ്റിൻ്റെ ഫെഡറൽ സിസ്റ്റത്തെ തന്നെ ഇത് ബാധിക്കും. ഫിസിക്കൽ ഫെഡറലിസം ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ഒരു നിലനിർത്താൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇക്വിറ്റബിൾ എഫിഷ്യൻസി, റീജിയണൽ ബാലൻസ്, ഫിസിക്കൽ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം അത് പോവാൻ വേണ്ടി. കേരളയുടെ ഒരു എക്സ്പീരിയൻസിൽ ഫിസിക്കൽ സെൻറ്ററിനകത്തുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും രണ്ടും കളിക്കുന്നുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ട്, ഫിസിക്കൽ സ്ട്രെസ്സും വരുന്നുണ്ട്. നമുക്ക് വേണ്ട ഒരു കൃത്യമായിട്ടുള്ള റവന്യൂ മൊബിലൈസേഷൻ, ബോറോയിങ് സ്ട്രാറ്റജി, ട്രാൻസ്പെറൻറ്റ് ഫിസിക്കൽ മാനേജ്മെൻറ്റ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സ് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നതിനനുസരിച്ച് ഇത് ബെറ്റർ ആവത്തുള്ളൂ. കോർപ്പറേറ്റീവ് ഫെഡറലിസം പ്രാക്ടിക്കൽ ലെവലിൽ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ ഒരു ബാലൻസ്ഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് നമ്മുടെ സ്റ്റേറ്റിന് അച്ചീവ് ചെയ്യാനും ഒരു ബെറ്റർ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുക. ഓക്കെ, ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇന്ത്യയുടെ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റത്തിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫോമാണ്. 2017 ജൂൺ 1 മുതലാണ് നടപ്പാക്കിയത്. ഇതിന് മുന്നേ ഇന്ത്യയിൽ വാറ്റ്, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് പോലുള്ള മൾട്ടിപ്പിൾ ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. GST ഇവയെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു യൂണിഫൈഡ് ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. GSTയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വൺ ഇന്ത്യ വൺ ടാക്സ് അല്ല വൺ നേഷൻ. GSTയുടെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്ന കോൺസെപ്റ്റാണ്. ഇതിന് മുന്നേയൊക്കെ കാസ്കേഡിങ് ടാക്സ്, അതായത് ടാക്സ് ഓൺ ടാക്സ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു ടാക്സിൻ്റെ പുറത്ത് തന്നെ മൾട്ടിപ്പിൾ ടാക്സ് വരിക. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് GST വന്നത്. GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം വഴി ഈ പ്രോബ്ലത്തെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. GST ടാക്സ് കംപ്ലയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ട് ടാക്സ് ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. നാഷണൽ വൈഡ് മാർക്കറ്റ് ഇൻ്റഗ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനും ഇത് സഹായിച്ചു. ഒരു ഡുവൽ ടാക്സ് മോഡലാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിൽ GST മോഡൽ എന്ന് പറഞ്ഞാൽ ഡുവൽ ടാക്സ് മോഡലാണ്. സെൻട്രലും സ്റ്റേറ്റ്സും സൈമൾട്ടേനിയസ്ലി ടാക്സേഷൻ പവേഴ്സ് ഉണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൽ CGST, അതായത് CGST സെൻട്രൽ കളക്ട് ചെയ്യുന്നു. SGST റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് കളക്ട് ചെയ്യും. എക്സാമ്പിൾ, കേരളത്തിലേക്ക് നടക്കുന്ന ട്രാൻസാക്ഷന് CGST സെൻട്രലിലും SGST സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും നടത്തുന്നുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് ട്രേഡിൽ IGST ഉണ്ട്. അത് സെൻട്രലിൽ കളക്ട് ചെയ്ത് പിന്നീട് ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം സ്റ്റേറ്റ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ എന്ത്, ഫൈനൽ കൺസംഷൻ നടക്കുന്ന സ്റ്റേറ്റിലേക്ക് ടാക്സ് റവന്യൂ ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. കൺസംഷൻ ഹെവി സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. GST കൗൺസിലിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ്. 297A ആർട്ടിക്കിൾ പ്രകാരമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചിട്ടുള്ളത്. യൂണിയൻ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. എല്ലാ സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സും ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. GST റേറ്റ്, എക്സംഷൻ റൂൾസ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഡ്യൂസേഴ്സ്, പ്രൊസീജിയറുകൾ, ഇതിൻ്റെ ഡെവല്യൂഷന്, എങ്ങനെയാണ് ട്രാൻസ്ഫർ, കോമ്പൻസേഷൻ ക്രൈറ്റീരിയസ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. ഓരോ ഡിസിഷനും 4/3 മെജോറിറ്റി
3/4 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തുള്ളൂ. സെൻട്രലിലേക്ക് 1/3 വോട്ടിംഗ് പവേഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് കളക്റ്റീവ്ലി 2/3 വോട്ടിംഗ് പവേഴ്സ് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് GST കൗൺസിൽ സെൻട്രൽ സ്റ്റേറ്റ് കോർപ്പറേഷൻ്റെ ഒരു മേജർ പ്ലാറ്റ്ഫോമായിട്ട് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. GST ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് സ്റ്റേറ്റ്സിന് റവന്യൂ ലോസ് ഉണ്ടാവും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം സ്റ്റേറ്റ്സ് നേരത്തെ കളക്ട് കൊണ്ടിരുന്ന വാറ്റ് പോലുള്ള ടാക്സ് റിമൂവ് ചെയ്ത് GST വന്നല്ലോ. അതുകൊണ്ട് തന്നെ GST കോമ്പൻസേഷൻ ആക്ട് 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്റ്റേറ്റിലേക്ക് ആനുവലി 14% റവന്യൂ ഗ്രോത്ത് ഗ്യാരണ്ടി ചെയ്യുകയും ചെയ്തു. റവന്യൂ ഷോർട്ട് ഫാൾ ഉണ്ടായാൽ അത് സെൻട്രൽ കോമ്പൻസേഷൻ നൽകുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോമ്പൻസേഷൻ ലക്ഷറി ഗുഡ്സ്, ടൊബാക്കോ, ഓട്ടോമൊബൈൽസ് പോലുള്ള ഗുഡ്സ് ലെവി ചെയ്യുന്ന GST കോമ്പൻസേഷൻ സെസ് വഴി ഫിനാൻസ് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. കേരളത്തിലെ വാറ്റ് റവന്യൂ ഹെവിലി ഡിപ്പെൻഡ് ചെയ്തൊരു സ്റ്റേറ്റ് ആയതിനാൽ GST കോമ്പൻസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ മാറുന്നുണ്ട്. കേരളത്തിലെ GST റവന്യൂ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ GSTയിലേക്ക് മാറിയത് ഒരു റവന്യൂ സോഴ്സായിട്ട് മാറിയിട്ടുണ്ട്. 2017-18 SGST റവന്യൂ 12,859 കോടിയായിരുന്നു. അത് 2024-25 40,000 കോടിയായിട്ട് ഇൻക്രീസ് ചെയ്തു. IGST സെറ്റിൽമെൻറ്റും ഇൻക്രീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ടോട്ടൽ GST റവന്യൂ 2017-18 19,225 കോടിയായിരുന്നു. 2024-25 അത് 50,500 കോടിയായിട്ട് വളർന്നതായിട്ട് നമുക്ക് കാണാം. ഇത് GST സിസ്റ്റം ഗ്രാജുവലി മെച്യൂർ ആവുന്നതിന് ടാക്സ് കംപ്ലയിൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതും നല്ലതാണ് എന്ന് കാണാം. പക്ഷേ ഇത് നമ്മുടെ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു സെൻട്രൽ പില്ലറായിട്ട് തന്നെ, കേരളത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് തന്നെ മാറും നമുക്ക് കാണാൻ പറ്റും. GST സിസ്റ്റം ടാക്സേഷൻ അഡ്മിനിസ്ട്രേഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുകയും ട്രാൻസ്പെറൻസിയും കംപ്ലയിൻസും കൂട്ടുകയും നാഷണൽ വൈഡ് യൂണിഫോം ടാക്സ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും കാരണമായി. പക്ഷേ ഇത് കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഓട്ടോണമിയെ സാരമായിട്ട് ബാധിച്ചു. നേരത്തെ സ്റ്റേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ലെവി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ടാക്സസ് GST ഫ്രെയിംവർക്കിലേക്ക് മെർജ് ചെയ്തപ്പോൾ നമ്മുടെ കോമ്പൻസേഷൻ നമുക്ക് കുറേ കുറവുകളുണ്ടായി. ഇത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് GST കോമ്പൻസേഷൻ കൊണ്ടുവന്നു. പക്ഷേ 5 വർഷത്തെ ഒരു കാലാവധിയായിരുന്നു കൊണ്ടുവന്നത്. അത് 2022 അവസാനിച്ചോടെ കേരള ഫിനാൻസിലേക്ക് ഒരു വലിയൊരു റവന്യൂ ഡെപ്ത് ഒരു ഡിപ്പാണ് അവിടെ സംഭവിച്ചത്. കോമ്പൻസേഷൻ ഡിലേസ് വന്നതും നമുക്ക് പർട്ടിക്കുലർലി കോവിഡ് പീരീഡിൽ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഫിസ്ക്കൽ ഇഷ്യൂസും ഒരു ഫിസ്ക്കൽ പ്രഷറിനുമൊക്കെ ഇത് വളരെയധികം കാരണമായി. റവന്യൂ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് ബോറോയിങ് ഡിപ്പെൻഡൻസി ഇൻക്രീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം കേരളത്തിന് ഉണ്ടായിരുന്നു. എന്താണ് കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെയും GSTയുടെയൊക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, GST ഇന്ത്യയുടെ ഫിസ്ക്കൽ ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. GST കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ കുറിച്ച് സ്ട്രെങ്തൻ ചെയ്തു. പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോഴും കുറേ പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂസ് തുടരുന്നുണ്ട്. റവന്യൂ ഷെയറിങ്ങിലുള്ള ഡിസ്പ്യൂട്ട്സ്, കോമ്പൻസേഷനിലുള്ള ഡിലേയിൽ, ബോറോയിങ്ങിലുള്ള പ്രഷർ, റെഡ്യൂസ്ഡ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഓട്ടോണമി എന്നിവയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചലഞ്ചസ് ആയിട്ട് സ്ഥിരമായിട്ട് റേസ് ചെയ്യുന്ന ഇഷ്യൂസാണ്. കേരളയുടെ എക്സ്പീരിയൻസിൽ GST കുറച്ചധികം അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇഷ്യൂസും ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. ടാക്സ് ഹാർമണൈസേഷനും കംപ്ലയിൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതുകൂടെ തന്നെ ഈ റവന്യൂ ഡിപ്പെൻഡൻസിൽ ഉണ്ടാകുന്ന ഒരു റിസ്ക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ GST പെർഫോമൻസ് കുറച്ചുകൂടെ ഫിസ്ക്കൽ കൺസേൺസ് അഡ്രസ്സ് ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ടൈമിലി കോമ്പൻസേഷൻ സെറ്റിൽമെൻറ്റ്സും ഇക്വിറ്റബിൾ റവന്യൂ ഷെയറിങ്ങും ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേറ്റ് ഒരു റിലേഷൻഷിപ്പൊക്കെ വരികയാണെങ്കിൽ ഇത് ബെനിഫിഷ്യൽ തന്നെയാണ്. അതൊരു സ്ട്രോങ്ങർ ഫിസ്ക്കൽ സിസ്റ്റം, സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫിസ്ക്കൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സഹായിക്കുന്നൊരു ഫാക്ടറായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ വളരെയധികം ഉറപ്പുണ്ട്. ഓക്കെ, ഇതാണ് GSTയും കേരളവും ഫിസ്ക്കൽ ഫെഡറലിസത്തിനകത്ത് എങ്ങനെയാണ് GST കേരളത്തിനെ സഹായിക്കുന്നത്, എന്തൊക്കെയാണ് ഇഷ്യൂസ് കേരളത്തിൽ ഫേസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്.